ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് പടങ്ങളിലൂടെ കുറേയധികം ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാൽ വളരെ പവർഫുള്ളാണ്. ജാവ ഈസ് സിമ്പിൾ ബട്ട് പവർഫുൾ എന്ന് പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം. ഇറ്റ് ഈസ്, അതാകുന്നു. അങ്ങനെ കുറച്ച് പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ സംസാരത്തിനിടയ്ക്ക് അതിനെ കയറ്റി വിട്ടാൽ ഇംഗ്ലീഷ് ഒന്ന് മെച്ചപ്പെട്ടു വരും. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അത് ഉപയോഗിച്ചുള്ള കുറച്ച് വ്യത്യസ്തമായ സെന്റൻസുകളും നമുക്കിത് നോക്കാം. അങ്ങനെ രസകരമായ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അതിലോട്ട് തന്നെ പോകാം. ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് മൈ ഫ്രണ്ട്. എൻ്റെ അർത്ഥം അറിയില്ല, അതെൻ്റെ ഫ്രണ്ട് ആകുന്നു. ഹു ഈസ് ഹി അല്ലെങ്കിൽ ഹു ഈസ് ദിസ്, ഇതാരാകുന്നു അല്ലെങ്കിൽ അവൻ ആരാകുന്നു എന്ന് ചോദിക്കുന്നതിന് ഒരു മറുപടിയാണ് ഇറ്റ് ഈസ് മൈ ഫ്രണ്ട്, അതെന്റെ ഫ്രണ്ട് ആകുന്നു. മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞേക്കാളും പലപ്പോഴും ഇതാണ് സ്റ്റൈൽ, ഇറ്റ് ഈസ് മൈ ഫ്രണ്ട്. ഇനി വാട്ട് ഈസ് ദി ടൈം എന്ന് ചോദിച്ചാലോ, ഇറ്റ് ഈസ് 4 o'clock. 4 o'clock എന്ന് പറഞ്ഞാലും മതി. ഈ സ്റ്റൈൽ ഒന്ന് അറിഞ്ഞിരിക്കുക. ഹൂസ് ഷർട്ട് ഈസ് ദിസ്, ഇതാരുടെ ഷർട്ട് ആകുന്നു. മൈ ഷർട്ട്, ഓ ഇറ്റ് ഈസ് മൈ ഷർട്ട്. ആ 3 സെന്റൻസും നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാം, അതിനകത്തൊരു സംശയമില്ല. ഇനി നമുക്ക് വേറെ 1-2 കാര്യങ്ങൾ നോക്കാം. ഇവിടെ കിരൺ, രാം ഇങ്ങനെ 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് പറഞ്ഞു പോകാൻ പറ്റും. ഓക്കെ, കിരൺ, ഹു ഡിഡ് ദിസ്, ഇതാരാണ് ചെയ്തത് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് മീ, അത് ഞാനാകുന്നു. അത് ചെയ്തത് ഞാനാകുന്നു. ഇനി ആയിരുന്നു എന്ന് പറയണമെങ്കിലോ, ഇറ്റ് വാസ് മീ. അവിടെ ആ 2 ഉത്തരവും കറക്റ്റാണ് അല്ലേ? അത് ഞാനാകുന്നു അല്ലെങ്കിൽ അത് ഞാനായിരുന്നു. സംസാരത്തിൽ അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ രാമൻ പറഞ്ഞു ഇറ്റ് ഈസ് മീ, അത് ഞാനാകുന്നു. ആ സെന്റൻസ് ഒന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, രാം, ഈസ് ഇറ്റ് മീ യു ആർ കോളിംഗ്. ഈ സെന്റൻസിനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഈ ഈസിനെ എടുത്ത് മുന്നിലിട്ടാൽ മതി. അത് നമുക്കറിയാം. നോക്കൂ, ഈസ് ഇറ്റ് മീ യു ആർ കോളിംഗ്, എന്നെയാണോ നിങ്ങൾ വിളിക്കുന്നത്? അപ്പൊ കിരൺ അവിടെ കിട്ടുന്ന എല്ലാവരും വിളിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും രാമൻ ആ ചോദ്യം ചോദിച്ചത്. ഈസ് ഇറ്റ് മീ യു ആർ കോളിംഗ്, കിരൺ, യെസ്, നിങ്ങളെ തന്നെയാണ് വിളിച്ചത്. ആ സെന്റൻസ് ഓർത്ത് വയ്ക്കാമല്ലോ. ഈസ് ഇറ്റ് മീ യു ആർ കോളിംഗ്, എന്നെയാണോ നിങ്ങൾ വിളിക്കുന്നത്? രാം, ഓ ഇറ്റ് ഈസ് മൈ ടേൺ, അതെന്റെ ഊഴം ആകുന്നു. ഐ ഫർഗോട്ട് ഇറ്റ്, അതെന്റെ ഊഴം ആകുന്നു. അവന്റെ സമയം എത്തിയ ഒരു കാര്യം ചെയ്യണം, അവൻ അത് മറന്നുപോയി. ആ സെന്റൻസ് ഓർക്കാം. ഇറ്റ് ഈസ് മൈ ടേൺ, എന്റെ ഊഴം ആകുന്നു. ആയിരുന്നു എന്നാണെങ്കിലോ, ഇറ്റ് വാസ് മൈ ടേൺ. ഐ ഫർഗോട്ട് ഇറ്റ്, ഞാൻ മറന്നു. അത് മറന്നു. ഇറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. നെക്സ്റ്റ്, കിരൺ, യു ഹാവ് ടു ഡു ദിസ് ആൾസോ. ഇപ്പൊ പഞ്ചാബി ഹൗസ് പോലെയാണ്, ഒന്ന് തീർന്നാൽ അടുത്ത പണി കിരൺ ഉടൻ തന്നെ കൊടുക്കും. യു ഹാവ് ടു ഡു ദിസ് ആൾസോ, ഇതും കൂടി നിങ്ങൾ ചെയ്യണം. ആ ഹാവ് ടു നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ മീനിങ്. ഹാവ് ടു എന്ന് ഒറ്റയടിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. രാം, ഇറ്റ് ഡസന്റ് മാറ്റർ, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ആ സെന്റൻസും പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് ഡസന്റ് മാറ്റർ, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് ഡാർക്ക് യെറ്റ്, ഇതുവരെയും നേരം ഇരുട്ടിയിട്ടില്ല, അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അത് പകല് ചെയ്തു തീർക്കാനുള്ള കാര്യം ആയിരിക്കും. ഈ ഇറ്റ് ഈസ് ഇറ്റ് ഡാർക്ക് യെറ്റ് എന്നായിരിക്കും സാധാരണ സംസാരത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഈസിൻ നാട്ടും കൂടെ ചേർത്ത് ഈസിൻറ്റ് എന്നതായിരിക്കും പ്രയോഗിക്കുന്നത്. യെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡാർക്ക് യെറ്റ്, ഇതുവരെ ഇരുട്ടിയിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് 3 o'clock യെറ്റ്, ഇതുവരെ 3 മണിയായിട്ടില്ല. ഇറ്റ് ഈസ് നോട്ട് നൂൺ യെറ്റ്, ഇതുവരെ ഉച്ചയായിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഈ സാധനം ഒന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അത് വെച്ച് പറയാൻ പറ്റും. യെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ. അപ്പൊ നാട്ടോട്ട് ചേരുമ്പോൾ ഇതുവരെ ഇല്ല എന്ന് വരും. മനസ്സിലായല്ലോ? ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡാർക്ക് യെറ്റ്, ഇറ്റ് ഡസന്റ് മാറ്റർ, ഇറ്റ് ഈസ് നോട്ട് ഡാർക്ക് യെറ്റ്. ആ സെന്റൻസുകളെല്ലാം ഓർത്തു വയ്ക്കും. കിരൺ, ഷീ ഈസ് കമ്മിങ് ടു ടോക്ക് വിത്ത് യു, അവൾ നിന്നോട് സംസാരിക്കാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. രാം എന്തായിരിക്കും മറുപടി പറഞ്ഞത് നോക്കാം. ഇറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്, അതൊരു വ്യത്യാസവും ഉണ്ടാക്കില്ല എന്നോടം തന്നെ
രാമൻ കട്ടായ മറുപടി പറഞ്ഞു. ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ് ഇൻ മൈ ഒപ്പീനിയൻ. ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ് ഇൻ മൈ വ്യൂസ്. എന്റെ വ്യൂസിൽ അല്ലെങ്കിൽ എന്റെ ഒപ്പീനിയനിൽ അവളുടെ വരവ് ഒരു വ്യത്യാസവും ഉണ്ടാക്കില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഇറ്റ് ഈസ് എന്നുള്ള പ്രയോഗം നമ്മൾ പഠിച്ചു വെച്ച് കുറേച്ച് ഉപയോഗിക്കുക. ആകെ ഇതിനകത്ത് 3-4 ഉള്ളൂ. ഇറ്റ് ഈസ് മീ, അത് ഞാനാകുന്നു. ഇറ്റ് ഈസ് മൈ ടേൺ, അത് എന്റെ അവസരം ആകുന്നു. ഇറ്റ് വാസ് മൈ ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ അവസരം ആയിരുന്നു. അപ്പൊ ഈസ് മാറ്റി വാസ് ഇട്ട് കഴിഞ്ഞാൽ ആയിരുന്നു എന്ന് വരും. അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ പ്രയോഗം മനസ്സിലായല്ലോ. ഇറ്റ് ഡസൻ മാറ്റർ, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക, പഠിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും ജയ് ഹിന്ദ്.